വളരെ പ്രധാനപ്പെട്ട കേസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എന്താണ് ഏറ്റവും പുതിയ ഡീറ്റെയിൽസ്? ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇനി വായു തുറക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതി അത് സ്വീകരിച്ചിരിക്കുന്നു, മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു, നടപടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ബിനിൽ ഈ കോടതിയുടെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. ഒരാവശ്യമില്ലാത്ത ഷോ അവസാനം മുട്ടുകുത്തി കോടതിക്ക് മുന്നിൽ, അല്ലേ? കോടതിക്ക് മുന്നിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി വാ തുറക്കില്ല ബോബി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അല്പം മുമ്പ് കോടതിയെ അറിയിച്ചത്. ആ നിരുപാധികമുള്ള മാപ്പ് അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കോടതിക്ക് അറിയാനുണ്ടായിരുന്നത് എന്ത് നാടകമാണ് ജയിലിനുള്ളിൽ കളിക്കാൻ ശ്രമിച്ചത് എന്നതാണ്. കോടതിക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ബോബി ചെയ്തത്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതിയിൽ വ്യക്തമാക്കി. തുടർന്ന് ബോബിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ അക്ഷരാർത്ഥത്തിൽ കോടതിക്ക് മുന്നിൽ കാല് പിടിക്കുകയായിരുന്നു. എന്ത് വ്യവസ്ഥ വേണമെങ്കിലും അംഗീകരിക്കാം, ബോബിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനി ഇത്തരത്തിൽ വാ തുറന്ന് ബോബി ഒരു അക്ഷരം പറയില്ല എന്ന് അവർ വ്യക്തമാക്കുകയായിരുന്നു. വലിയ മാധ്യമപ്പട ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ഒരു നാക്ക് പിഴ സംഭവിച്ചു പോയതാണ്. അതായത് ആ തടവിലുള്ള മറ്റ് റിമാൻഡ് പ്രതികൾക്ക് വേണ്ടിയാണ് താൻ ഒരു ദിവസം അവിടെ കഴിഞ്ഞത് എന്ന് പറഞ്ഞത് ഒരു നാക്കുപിഴയാണ്. മാധ്യമങ്ങൾക്ക് മേലാണ് അപ്പോഴും ബോബിയുടെ അഭിഭാഷകർ കുറ്റം ചുമത്തിയത്. വലിയ മാധ്യമപ്പടയെ കണ്ടപ്പോൾ അറിയാതെ ഒന്ന് പറഞ്ഞുപോയി, അതല്ലാതെ ബോധപൂർവം ചെയ്തതല്ല. നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നു. ആ മാപ്പ് സ്വീകരിക്കണമെന്ന് കോടതിക്ക് മുന്നിൽ പറയുകയായിരുന്നു. കാരണം കോടതി കടുത്ത നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ബോബിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന കാര്യം അവരുടെ അഭിഭാഷകർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ബോബിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇനി ബോബി ഇത്തരത്തിൽ സംസാരിക്കില്ല എന്നാണ് കോടതിയിൽ അഭിഭാഷകർ വ്യക്തമാക്കിയത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ നാടകങ്ങളെ കോടതി പൊളിച്ചടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ മുതൽ അവിടെ താനൊരു പരോപകാരിയാണ് എന്ന് ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞതുപോലെ അവിടെ ഒരു പരോപകാരം നടത്തുക, അതിലൂടെ മാധ്യമ ശ്രദ്ധ നേടുക, ഇതൊക്കെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ കൃത്യമായി കോടതി അത് പിടിച്ചു. ഇത്തരത്തിലുള്ള വേലകളുമായി ഇനി ഇങ്ങോട്ട് വരേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയാണ് ജാമ്യ ഹർജിയിൽ കോടതിയിൽ ഹാജരായത്. ആ മുതിർന്ന അഭിഭാഷകനോട് പോലുമുള്ള ഒരു അനാദരവാണ് ബോബിയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തുന്നു, താൻ എന്തിനും മേലെയാണ് എന്ന തോന്നൽ ബോബിക്കുണ്ട് എന്നതാണ് നേരത്തെ കോടതി പറഞ്ഞത്. അത്തരത്തിലൊരു തോന്നലുമായി നടക്കേണ്ടതില്ല. അതുകൊണ്ട് ബോബിയെ കോടതി മുട്ടുകുത്തിച്ചിരിക്കുന്നു. കോടതിക്ക് മുന്നിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഇനി നല്ല കുട്ടിയായി കഴിഞ്ഞുകൊള്ളാം, ഇനി വാ തുറക്കില്ല ഇത്തരം വിഷയങ്ങളിൽ എന്ന് ബോബിക്ക് കോടതി മുമ്പാകെ ഉറപ്പ് നൽകേണ്ടി വന്നു. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് കോടതിയിൽ നിന്ന് വരുന്നത്. അങ്ങനെ മാപ്പ് ചോദിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ. വളരെ പ്രധാനപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ശക്തമായി ഇനി വാ തുറക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഇത് ശക്തമായ ഒരു സന്ദേശം കൂടിയായി ഇത് മാറുകയാണ്. അപ്പോൾ ഇന്നലെ വരെ പറഞ്ഞത്, ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ, കടുംപിടുത്തം, ഇതൊക്കെ എവിടെ പോയി, ആവിയായോ? ഇന്നിപ്പോൾ സമസ്താപരാധങ്ങളും പൊറുക്കേണമേ എന്ന് കോടതിക്ക് മുൻപാകെ ഇങ്ങനെ സാഷ്ടാംഗം നമിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നല്ല കുട്ടിയായി സഞ്ചരിച്ചോളാം എന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് മുൻപാകെ അങ്ങനെ ഉറപ്പുകൂടി നൽകുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് ഈ നിമിഷം വരുന്നത്.